ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ നീതൂസ് ടേസ്റ്റി ഫുഡ്. ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള കുക്കർ ചപ്പാത്തിയാണ് ഞാൻ ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാനിത് ഉണ്ടാക്കുന്നത്. കുക്കർ ഉപയോഗിച്ച് എളുപ്പത്തിൽ ചപ്പാത്തി എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. വീഡിയോയിലേക്ക് പോകാം. 2 കപ്പ് ഗോതമ്പ് പൊടി ഒരു ബൗളിൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാനായിട്ട് തിളപ്പിച്ച വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതുപോലെ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. തിളപ്പിച്ച വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കുമ്പോൾ നമ്മൾ പച്ചവെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കുന്ന അത്രയും തന്നെ വെള്ളം വേണ്ടി വരില്ല. അപ്പോൾ നമുക്കിത് അതുപോലെ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇത് അധികം സമയം കുഴക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ചൂടുവെള്ളം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് കുഴച്ചെടുക്കാനായിട്ട് പറ്റും. ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് കയ്യിലൊന്ന് പിടിക്കുന്ന സമയത്ത് ചെറിയൊരു ചൂടോട് കൂടി തന്നെ നമുക്കിത് കുഴച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ഗോതമ്പ് പൊടി മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കാം. ട്രെൻഡിങ് ആയിട്ടുള്ള കുക്കർ ചപ്പാത്തിയിൽ മൈദപ്പൊടി ചേർത്തിരുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് പറയാനായിട്ടുള്ള കാരണം. അപ്പോൾ മൈദപ്പൊടി ചേർത്തിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അതാ നമ്മുടെ ചപ്പാത്തി മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കയ്യിൽ കുറച്ച് എണ്ണ പുരട്ടിയിട്ട് നമുക്കിത് ബോൾസ് ആക്കിയിട്ട് എടുക്കാം. ഞാൻ ഇതിനു മുമ്പ് നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായ ചപ്പാത്തി ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഈ ഒരു 2 കപ്പ് ഗോതമ്പ് പൊടി വെച്ചിട്ട് എനിക്ക് 10 ചപ്പാത്തി ഉണ്ടാക്കാനുള്ള മാവ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബോൾസ് നമുക്കിതുപോലെ ഇങ്ങനെ ഒന്ന് കയ്യിൽ വെച്ച് റൗണ്ട് ഷേപ്പിലാക്കി എടുക്കാം. ചൂടുവെള്ളത്തിൽ കുഴച്ചത് കൊണ്ട് തന്നെ കറക്റ്റ് റൗണ്ട് ഷേപ്പിലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചപ്പാത്തി പരത്തി എടുക്കാം. അതിനായിട്ട് ചപ്പാത്തി പലകയുടെ മുകളിൽ കുറച്ച് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഓരോ ബോൾസും വെച്ചിട്ട് കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ നമുക്ക് ചപ്പാത്തി ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ നമ്മൾ പരത്തിയെടുക്കുന്ന ഈ ഒരു 10 ചപ്പാത്തിയും കുക്കറിലിട്ടിട്ടാണ് നമ്മൾ ചുട്ടെടുക്കുന്നത്. അപ്പോൾ വേഗം തന്നെ ഈ 10 എണ്ണം നമുക്ക് പരത്തിയെടുക്കാം. ഇപ്പോൾ ഇതാ ഒരെണ്ണം റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് നമുക്ക് വേഗം തന്നെ ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഞാൻ 10 എണ്ണം ഇവിടെ പരത്തി എടുത്തിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, അത്യാവശ്യം നല്ല നൈസായിട്ട് തന്നെയാണ് പരത്തി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഈ കുക്കർ ഉണ്ടല്ലോ, അത് നല്ലതുപോലെ തന്നെ ക്ലീനായിട്ട് നല്ലപോലെ തുടച്ചതിന് ശേഷം വേണം നമ്മളിത് ചുട്ടെടുക്കാനായിട്ട്. അപ്പോൾ ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവാനായിട്ട് പാടില്ല. ഇനിയിപ്പോൾ വെള്ളം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊന്ന് അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയാൽ മാത്രം മതി. അപ്പോൾ വെള്ളം എല്ലാം പോയി കിട്ടും. ഇപ്പോൾ ഇതിലൊട്ടും തന്നെ വെള്ളമില്ല. ഇനി നമുക്കിതിലേക്ക് നല്ലതുപോലെ തന്നെ ഒന്ന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ എല്ലാ ഭാഗത്തും ഒന്ന് പുരട്ടി കൊടുക്കാം. അധികമൊന്നും വേണ്ട, 1 ടീസ്പൂൺ മതിയാവും. ഇനി നമുക്കിതിലേക്ക് ഓരോ ചപ്പാത്തിയും ഇങ്ങനെ അതിന് മുകളിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഒരു ചപ്പാത്തിയുടെ മുകളിലായിട്ട് അടുത്ത ചപ്പാത്തിയും വെച്ച് കൊടുക്കാം. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ ഇതെങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല. പക്ഷേ വീഡിയോ ഒക്കെ കണ്ടപ്പോൾ അവർക്ക് നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവർ ചെയ്തതുപോലെ തന്നെ എല്ലാ ചപ്പാത്തിയും ഇതുപോലെ ഓരോന്നായിട്ട് ഒന്നിന് മുകളിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അങ്ങനെ ഇപ്പോൾ ഞാൻ 10 ചപ്പാത്തിയും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. കുക്കർ ഗ്യാസിന് മുകളിൽ വെച്ചതിന് ശേഷം നമുക്ക് അടപ്പ് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. വെയിറ്റ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഇതപ്പോൾ ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഈ ഒരു സമയത്തെല്ലാം ഞാനൊരു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് മറിച്ചിടാം. ഇത് മറിച്ചിടാനായിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടി കേട്ടോ, ഞാനിതൊന്ന് തിരിച്ചിടാനായിട്ട്. അപ്പോൾ കൈയൊക്കെ ഒന്ന് പൊള്ളാതെ തന്നെ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് അടിയിലത്തെ ഒരെണ്ണം കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് കണ്ടില്ല, ഒന്ന് കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് നമുക്കതൊന്നിങ്ങനെ ചുട്ടെടുക്കാം. അപ്പോൾ ഞാൻ അടിയിലുള്ളത് അതാ ഇതുപോലെ നമുക്കൊന്ന് വെച്ചതിന് ശേഷം നമുക്ക് ഒന്നുകൂടി മറിച്ചിട്ട് കൊടുക്കാം. ബാക്കിയുള്ള ചപ്പാത്തിയൊക്കെ ഒന്ന് വെന്ത് നമ്മൾ മറിച്ചിടുന്ന സമയത്ത് ഇങ്ങനെ പൊട്ടാനായിട്ട് തുടങ്ങിയിരുന്നു. പിന്നെ ഇതിങ്ങനെ തിരിച്ചും മറിച്ചും ഇടുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി. കൈ പൊള്ളാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ഒരു കുക്കർ ചപ്പാത്തി ട്രൈ ചെയ്യുന്നവരുണ്ടെങ്കിൽ കൈ പൊള്ളാതെ തന്നെ ഒന്ന് സൂക്ഷിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ ചപ്പാത്തിയൊക്കെ ഉണ്ടല്ലോ, അത് നല്ല ഹാർഡായിട്ടാണ് എനിക്ക് കിട്ടിയത്. അത്ര സോഫ്റ്റൊന്നുമല്ല. നമ്മൾ സാധാരണ ഞാൻ ചൂടുവെള്ളത്തിലൊക്കെ കുഴച്ചെടുക്കുന്ന ചപ്പാത്തി എത്ര സമയം ഇരുന്നാലും നല്ല സോഫ്റ്റായിട്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ എനിക്കിത് ഭയങ്കര റിസ്ക് ആയിട്ട് തോന്നി. അപ്പോൾ ഞാൻ കുക്കറിൽ നിന്നെല്ലാം എടുത്തിട്ട് ഈ ചപ്പാത്തി ഞാൻ സാധാരണ പോലെ തന്നെ ചുട്ടെടുക്കാനായിട്ട് പോവുകയാണ്.
അപ്പോൾ കുക്കർ ഉപയോഗിച്ച് 10 എണ്ണം ചുട്ടെടുക്കുന്ന ഈ ഒരു കുക്കർ ചപ്പാത്തി എനിക്ക് ഒട്ടും തന്നെ ശരിയായില്ല. അപ്പോൾ ഈ വീഡിയോ ഇടാനായിട്ടുള്ള മെയിൻ കാരണം എൻ്റെ കൈയൊന്ന് പൊള്ളിയായിരുന്നു. അതുകൊണ്ടാണ് ഞാനിത് ഇടാനായിട്ടുള്ള കാരണം. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇപ്പോൾ ദാ ഈ ചപ്പാത്തിയൊക്കെ ഞാൻ എന്നും ചുടുന്നത് പോലെ തന്നെ പാനിൽ വെച്ചിട്ട് ചുട്ടെടുക്കാനായിട്ട് പോവുകയാണ്. കുക്കർ ഉപയോഗിച്ചുണ്ടാക്കുന്ന ചപ്പാത്തിയേക്കാൾ വളരെ ഈസി ആയിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടും കയ്യൊന്നും പൊള്ളാതെ അധികം ടെൻഷൻ ഇല്ലാതെയും നമ്മൾ എന്നും ഉണ്ടാക്കുന്നത് പോലെ പാൻ വെച്ചിട്ട് ചപ്പാത്തി ചുട്ടെടുത്തപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി കിട്ടി. താങ്ക് യു.